പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതു ജീവിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മുടെ ആഗ്രഹം ഫലം പുറപ്പെടുവിക്കുക എന്നതായിരിക്കും. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, എന്നിൽ വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതിനാൽ സകല ജനങ്ങളും കർത്താവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നീർച്ചാലരിക നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു എന്ന് കർത്താവിൽ വസിക്കുന്നവനും കർത്താവിൽ ആശ്രയിക്കുന്നവനെയും നോക്കി തിരുവചനം പറയുന്നു. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് നാം ഓരോരുത്തരും. നാം ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ നമുക്കും ഏറെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. നാം കേൾക്കുന്ന വചനങ്ങൾ 100 മേനി ഫലം നമ്മിലും മറ്റുള്ളവരിലും പുറപ്പെടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു എന്ന ദൈവത്തെ അനുഗമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരെ, കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ ഇന്നേ ദിവസം മുതൽ നല്ലത് കാണുവാനും നല്ലത് സംസാരിക്കുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നന്മയുടെ വഴിയിലൂടെ നടക്കുവാനും നമുക്ക് ശ്രമിക്കാം. വചനം പറയുന്നു, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് നമുക്ക് പറയാം, കർത്താവിന്റെ ശക്തി എന്നിൽ നിറച്ച് അങ്ങയുടെ ബലം എന്നിൽ പകർന്ന് എന്നെ ഓരോ ദിവസവും നടത്തണമേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം: യഹോവ എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ. ആമേൻ. എനിക്കൊരു കുറവുമില്ല. ഹല്ലേലൂയ. ഇടയൻ, എനിക്കൊരു കുറവുമില്ല. ശക്തി എന്നിൽ നിറച്ച് ബലമെന്നിൽ പകർന്ന്, ശക്തി എന്നിൽ നിറച്ച് ബലമെന്നിൽ പകർന്ന്, ജയത്തോടെ നടക്കണേ ദിനവും ദിനവും, ജയത്തോടെ നടക്കണേ ദിനവും ദിനവും. യഹോവ എന്റെ ഇടയൻ, ഹല്ലേലൂയ, എനിക്കൊരു കുറവുമില്ല. ആമേൻ. യഹോവ എന്റെ ഇടയൻ, എനിക്കൊരു കുറവുമില്ല. ഹല്ലേലൂയ. ജീവിതത്തിലെ കഷ്ടങ്ങൾ എന്നെ കുലുക്കാതെ എന്റെ കഷ്ടതയിൽ ആത്മാവിന്റെ ശക്തിയാകുന്ന ജയക്കൊടി വീശാൻ അങ്ങയുടെ ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലത്താൽ ഞാൻ ഓരോ ദിവസവും ജയിച്ചു മുന്നേറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് പാടാം: കഷ്ടങ്ങൾ വന്നാലും ഞാൻ കുലുങ്ങാതെ ജയക്കൊടി വീശുവാൻ എന്റെ കർത്താവിന്റെ കൂടെ ഞാൻ നിൽക്കും. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നാലും കുലുങ്ങിപ്പോകാതെ, കഷ്ടങ്ങൾ വന്നാലും കുലുങ്ങിപ്പോകാതെ, ആത്മാവിൻ ശക്തിയാൽ ജയക്കൊടി വീശാൻ, ആത്മാവിൻ ശക്തിയാൽ ജയക്കൊടി വീശാൻ, ശക്തി എന്നിൽ നിറച്ച് ബലമെന്നിൽ പകർന്ന്, ശക്തി എന്നിൽ നിറച്ച് ബലമെന്നിൽ പകർന്ന്, ജയത്തോടെ നടത്തണേ ദിനവും ദിനവും, ജയത്തോടെ നടത്തണേ ദിനവും ദിനവും. യഹോവ എന്റെ ഇടയൻ, ആമേൻ. എനിക്കൊരു കുറവുമില്ല. ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയൻ, എനിക്കൊരു കുറവുമില്ല.
ഹല്ലേലൂയ. ആരൊക്കെ എന്നെ എതിർത്താലും എൻ്റെ വൈരികളുടെ നേരെ ജയഘോഷം മുഴക്കുവാൻ യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മശക്തി എന്നിൽ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുഗണം ഒന്നായി എന്നെ എതിർത്താലും ശത്രുവിൻ്റെ നേരെ ജയഘോഷം മുഴക്കുവാൻ ശക്തിയുള്ള അതിശക്തനായ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ശത്രുഗണമൊന്നായി എന്നെ എതിർത്താലും ആമേൻ. ശത്രുഗണമൊന്നായി എന്നെ എതിർത്താലും ഹല്ലേലൂയ. ശത്രുവിൻ നേരെ ജയഘോഷം മുഴക്കാൻ ആമേൻ. ശത്രുവിൻ നേരെ ജയഘോഷം മുഴക്കാൻ ശക്തി എന്നിൽ നിറച്ച് ബലമെന്നിൽ പകർന്ന് ശക്തി എന്നിൽ നിറച്ച് ബലമെന്നിൽ പകർന്ന് ജയത്തോടെ നടത്തലേ ദിനവും ദിനവും ജയത്തോടെ നടത്തലേ ദിനവും ദിനവും യഹോവ എന്റെ ഇടയൻ ആമേൻ. എനിക്കൊരു കുറവും ഉണ്ടാവുകയില്ല. ഒരു കുറവുമില്ല ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയൻ എനിക്കൊരു കുറവുമില്ല. ഹല്ലേലൂയ. ഇന്ന ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.